ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റീഡിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളിപ്പോഴും ഉണ്ടോ? അവർ ഈ ഒരു ബന്ധത്തെക്കുറിച്ചിട്ട് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? ഇപ്പോഴും ആ ഒരു ചിന്തയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മനസ്സിൽ സ്ഥാനമുണ്ടോ എന്നൊക്കെയാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. സോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്കായിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷനാണ്. ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൺമുമ്പിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിപ്പോൾ കണ്ടിരിക്കണം എന്നുള്ളത് ഒരു ഡിവൈൻ പ്ലാനോട് കൂടിയിട്ടാണ്. ഇതൊരു ദൈവനിശ്ചയത്തിലൂടെയാണ് നിങ്ങൾക്ക് ടാരോ റീഡിങ് പോലെയുള്ള റീഡിങ്സ് എല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. സോ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, എല്ലാവർക്കും ഒരേ വിധിയാണോ, എല്ലാവർക്കും ഒരേപോലെയാണോ എന്നൊക്കെ. സോ എല്ലാവർക്കുമല്ല, ഇത് ആരൊക്കെ കാണണമെന്ന് ദൈവം ഓൾറെഡി നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും. അവരിലേക്ക് മാത്രമേ ഈ ഒരു വീഡിയോ എത്തുന്നുണ്ടായിരിക്കുള്ളൂ. ഇങ്ങനെയുള്ള വീഡിയോസ് എല്ലാം തന്നെ എത്തുന്നത് ആരൊക്കെയാണോ ദൈവനിശ്ചയത്തിൽ പെട്ടിട്ടുള്ളത് അവർക്ക് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ, അവർക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോയെ കുറിച്ച് അറിയോ? നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് അറിയോ ഇങ്ങനൊരു റീഡിങ്, ടാരോ റീഡിങ് എന്താണെന്നുള്ളതും അറിയണ്ടായിരിക്കില്ല. നിങ്ങൾ എന്തുകൊണ്ട് അറിഞ്ഞു? അത് നിങ്ങൾ കണ്ടിരിക്കണമെന്നുള്ളത് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസിൻ്റെയും ഡിവൈൻ എനർജിയുടെയും നിങ്ങൾ സ്പിരിച്വലി ഉള്ളൊരു നിങ്ങളുടെ സോള് അവിടെ അലൈനായിട്ട് ഇരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്താ പറയുക ഈ ഒരു സംഭവം എത്തുന്നുണ്ടായിരിക്കാം. ആൻഡ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരേപോലെ എല്ലാവർക്കും റീസണേറ്റ് ആകണമെന്നില്ല. ചിലവർക്ക് ചില കാര്യങ്ങൾ മാത്രമേ ചിലപ്പോൾ റീസണേറ്റ് ആകുന്നുണ്ടായിരിക്കുള്ളൂ. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നിങ്ങളുടെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം വെച്ച് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇത് നിങ്ങൾ എപ്പോൾ മുതൽ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് റീസണേറ്റ് ആകുന്നതും ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. സോ നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ആ ഒരു വ്യക്തിയുടെ പേര് 3 പ്രാവശ്യം മനസ്സിൽ പറയുക. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ആക്കിയിട്ട് ഇതിലേക്ക് എനർജി കൊണ്ടുവരിക. ഓക്കെ, നമുക്ക് നോക്കാം. അഗെയിൻ നമ്മൾക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ഇറ്റ്സ് എ ഡെസ്റ്റിനി. എൻ്റെ ലാസ്റ്റ് വീഡിയോയും ഒരു എന്താ പറയുക ഡെസ്റ്റിനി റീഡിംഗ് ആയിരുന്നു. ഓക്കെ, 3 കാർഡ്സ് വന്നിട്ടുണ്ട്. മാസ്കുലിൻ എനർജിയാണ്. ഒരുപാട് പേർക്ക് ഇവിടെ ട്രസ്റ്റ് ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. കാർഡ്സ് മുഴുവനായിട്ട് എടുത്തിട്ട് പറയാം. ഓക്കെ, സോ ഇതാണ് നമുക്കിന്ന് റീഡിങ്ങിൽ കിട്ടിയിട്ടുള്ളത്. സോ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഫസ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് ഡെസ്റ്റിനി എന്നാണ്. ഇതൊരു ഡിവൈൻ പ്ലാനോട് കൂടിയിട്ട് വന്നിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ്. ഡിവൈൻ എന്താ പറയുക ഡിവൈൻ കണക്റ്റഡ് ആക്കിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഡിവൈന് എന്തൊക്കെയോ പ്ലാനുകൾ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾ എന്താ പറയുക ഫസ്റ്റ് ഡിവൈൻ നിങ്ങളെ കണക്റ്റഡ് ആക്കിയിട്ടുള്ളത് വളരെ സ്ട്രോങ് ആൻഡ് ഡീപ്പ് ഇമോഷൻസ് കൊടുത്തിട്ടാണ്. പക്ഷേ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ വളരെ ലീസ്റ്റ് ആയിട്ടുള്ളൊരു എനർജിയിൽ കൊണ്ടു നിർത്തിയിരിക്കുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഇതൊരു എന്താ പറയുക കഴിഞ്ഞ റീഡിങ്ങിൻ്റെ പോലെ തന്നെ ഒരു വിധി ഇതിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഇവരിലൂടെ നിങ്ങളുടെ എന്താ പറയുക ലൈഫിനെ കണ്ടെത്തുകയാണ് എന്ന് കാണിക്കുന്നുണ്ട്. ഫൈൻഡിങ് ദ ലൈഫ് പാത്ത്. ഓക്കെ, ഇതിൽ ഒരുപാട് കാർമിക് ആയിട്ടുള്ള ചലഞ്ചസ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. ഈ ഒരു റിലേഷൻഷിപ്പ് അത്ര സ്മൂത്ത് ഗോയിങ് ആയിരിക്കില്ല. ഒരുപാട് കാർമിക് ചലഞ്ചസുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ കറൻ്റ്ലി ഇതിലൊരു കാർമിക് എനർജിയാണ് കൂടുതൽ നിൽക്കുന്നത്. ഓക്കെ,
നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഈ ഒരു വ്യക്തി നിങ്ങൾ ഓൾറെഡി എന്താ പറയുക, നിങ്ങളുമായിട്ട് ഓൾറെഡി കമ്മിറ്റഡ് ആയിട്ട് നിന്നിരുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. ആൻഡ് നിങ്ങളുമായിട്ട് ഒരുപാട് ക്ലോസ്ഡ് ആയിട്ട് നിന്നിരുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പറഞ്ഞു ഡിവൈനും എന്താ പറയുക, ഇതിൽ നിങ്ങളെ കണക്റ്റഡ് ആക്കിയിട്ടുള്ളത് ഫസ്റ്റ് ഒരുപാട് ഇമോഷൻസ്, ഡീപ്പ് ഇമോഷൻസ് ഒക്കെ കൊടുത്തിട്ടാണ് കണക്റ്റഡ് ആക്കിയിട്ടുള്ളത് എന്നുള്ളത്. ചിലവർക്ക് റിലേഷൻഷിപ്പ് ഇട്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, പക്ഷെ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ആ ഒരു അവസ്ഥയിൽ കൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ തന്നുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി. ആൻഡ് ഈ ഒരു പേഴ്സണുമായിട്ട് കണക്റ്റഡായി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു ഹാപ്പിനെസ്, ഒരു സമാധാനം ഒക്കെ ആകും. ഓക്കെ, ആൻഡ് ഈ ഒരു പേഴ്സൺ അകന്ന് നിന്ന് കഴിഞ്ഞാൽ മാനസികമായിട്ടുള്ള വളരെയധികം പിരിമുറുക്കത്തിലും ആകും. നിങ്ങളൊരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ വന്ന് കണക്റ്റഡ് ആയവരായിരിക്കും നിങ്ങളിൽ ഒരു 80% ഓഫ് ആൾക്കാർ. നിങ്ങൾ വേണമെന്ന് വെച്ചിട്ട് പോയി കണക്റ്റഡ് ആയിട്ടുള്ളവരല്ല. ഒരു പേഴ്സണെ നമ്മൾക്ക് കണ്ടിഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് അങ്ങനെ പോയി കണക്റ്റഡ് ആയിട്ടുള്ളവരല്ല. നിങ്ങൾ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല, ഇറ്റ്സ് എ പ്ലാൻ. ഇതൊരു അങ്ങനെ ഒരു പെട്ടെന്ന് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഒരു കണക്ഷൻ വന്നിട്ടുള്ളതാണ് നിങ്ങൾക്കിടയിൽ. ആൻഡ് ഇവിടെ ഒരുപാട് മാസ്കുലൻ എനർജി കാണുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക, ഉറപ്പായിരുന്നു ഈ ഒരു ബന്ധം നിങ്ങളെ വിട്ടിട്ട് പോകൂല, ഇത് നിങ്ങൾക്കുള്ളൊരു ബന്ധമാണ്. ഒരുപാട് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച്. പക്ഷേ ഇപ്പോൾ അത് ഇല്ലാത്ത ഒരു അവസ്ഥയിലും കാണുന്നുണ്ട്. ഒരുപാട് നിങ്ങളുടെ എനർജി വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഗ്യാപ്പ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് റൈറ്റ് നൗ. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊരു കാർമിക് കംപ്ലീഷനിൽ ചെന്ന് നിർത്തിയിരിക്കുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ. ഓക്കെ, ആൻഡ് മൂൺ എനർജിയും കാണിക്കുന്നുണ്ട്, സൺ എനർജിയും കാണിക്കുന്നുണ്ട്. ഏകദേശം ഈ ഒരു റിലേഷൻഷിപ്പ് എന്താ പറയുക, ഒരുപാട് ടോക്സിക് ആയിട്ടുള്ളൊരു എനർജിയും കിട്ടുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് ഏകദേശം ഒരു ഓൺ ആൻഡ് ഓഫ് കണക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പോയിരുന്ന ഒരു ബന്ധമായിട്ട് കാണിക്കുന്നുണ്ട്. ചില സമയത്ത് വളരെയധികം കെയർ, സന്തോഷം, ഹാപ്പിനെസ് വരും. ചില സമയത്ത് വളരെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു കോളോ മെസ്സേജോ ഒന്നും കറക്റ്റായിട്ടുള്ളൊരു പ്രോപ്പർ വേയിൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി തന്നെ ഫുൾ ഡ്രെയിൻ ഔട്ട് ആകും. ഓക്കെ, നിങ്ങൾക്ക് പലർക്കും ഇപ്പോൾ എനർജി ഡ്രെയിൻ ഔട്ട് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. സോ ഈ ഒരു റിലേഷൻഷിപ്പിൽ കിട്ടുന്ന എനർജീസ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏറെക്കുറെ ഒരു ലൂപ്പ് അവസ്ഥ കാണിക്കുന്നുണ്ട്. എന്താ പറയുക, ഒന്നിലും ഒരു കംപ്ലീഷൻ ഇല്ലാത്തൊരവസ്ഥ. വരും, കണക്റ്റഡ് ആകും, ബുദ്ധിമുട്ടുകൾ, ടോക്സിസിറ്റി, ഒരുപാട് മെൻ്റൽ പ്രഷർ കാര്യങ്ങൾ ഒക്കെ അനുഭവിക്കുക, വീണ്ടും ഒരു ഓഫ് കണക്ഷനിൽ പോകുക, വീണ്ടും കണക്റ്റഡ് ആവുക. സോ ഇതിൽ നിന്നൊരു മോചനമില്ലാതെ ഒരുപാട് ലൂപ്പ് അവസ്ഥയിൽ കിടന്ന് കളിക്കുന്ന ഒരു എനർജി എനിക്കിവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, ആൻഡ് മൂൺ എനർജി ഞാൻ പറഞ്ഞു കിട്ടുന്നുണ്ടെന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ അമാവാസി നാളുകളിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒരു ഫുൾ മൂണിനും പൗർണമിക്കൊക്കെ മുമ്പായിട്ട് തന്നെ ഭയങ്കരമായിട്ട് നിങ്ങളൊന്ന് മെയിൻറ്റെയിൻ ആയിട്ട്, നിങ്ങളെ ലെവലൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ആയിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഈ മൂൺ എനർജി വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് എന്തെന്നില്ലാത്തൊരു സിറ്റുവേഷൻ, ഭയങ്കരമായിട്ടുള്ളൊരു വിഷമം, നിങ്ങളെ തന്നെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു എനർജി. സോ മൂൺ ഇതിൽ കണക്റ്റഡ് ആണ്. ചന്ദ്രഭഗവാനെ പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ലതാണ് നിങ്ങൾക്കിതിൽ. ഇതിൽ എന്താ പറയുക, ഒരുപാട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരു പേഴ്സൻ്റെ കറണ്ട് എനർജി ഒന്ന്, അല്ലെങ്കിൽ കറണ്ട് ഫീലിങ്സ് ജസ്റ്റ് നിങ്ങളെ കുറിച്ചിട്ട് ഒന്ന് നോക്കാം. ഓക്കെ, സിക്സ് ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ റിവേഴ്സ്, 5 ഓഫ് വാൻഡ്സ് ഇവിടെ റിവേഴ്സ്, ഒരുപാട് കാർഡ്സ് വന്നിട്ടുണ്ട്, എടുക്കുന്നില്ല. ദ വീൽ ഓഫ് ഫോർച്യൂൺ. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ അതായത് ഒരു കാലചക്രം എന്നാണ് പറയുന്നത്.
സോ ഓരോ സമയത്തും ഓരോ രീതിയിലായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അവസ്ഥ. 8 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ്, 6 ഓഫ് കപ്സ് റിവേഴ്സ്. ഏകദേശം ഒരു റിവേഴ്സ് എനർജിയാണ് നമ്മൾക്ക് കൂടുതലും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 6 ഓഫ് സോഡ്സ് റിവേഴ്സ് ആണ്. ഓക്കെ, സോ ഇവിടെ അവരുടെ മനസ്സിൽ ആക്ച്വലി ഇപ്പോൾ നിങ്ങളോട് അവർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആക്ച്വലി അവർക്ക് അറിയത്തില്ല. ഒരു കൺഫ്യൂഷനാണ് അവർക്കറിയില്ല എങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടതെന്നുള്ളത്. അവർ ചിന്തിക്കുന്നത് അവരാണ് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് കൂടുതലും എഫേർട്ട് ഇടുന്നത്. ഓക്കെ, എന്നാൽ ഈ ഒരു എഫേർട്ടൊന്നും തന്നെ ഈ ഒരു ബന്ധം നിലനിർത്താൻ വേണ്ടതല്ല എന്നുള്ള തിരിച്ചറിയാനുള്ളൊരു ബോധം ഈ ഒരു പേഴ്സണ് ഉണ്ടാകുന്നില്ല. അവർക്ക് എന്ന് തോന്നുന്നുവോ അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കൊടുക്കുന്നത്. അവർക്ക് എന്താണ് തോന്നുന്നു അതാണ് അവർ കൊടുക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് എന്ത് വേണം എന്നുള്ളതല്ല അവർ തന്നുകൊണ്ടിരിക്കുന്നത്. സോ അതാണ് റിലേഷൻഷിപ്പിൻ്റെ പ്രോബ്ലം എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ചിലപ്പോൾ അവർക്ക് തോന്നുമ്പോൾ ചിലപ്പോൾ നിങ്ങളെ മെസ്സേജ് അയക്കും, കോൾ ചെയ്യും. എന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ അവർ ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ടോട് കൂടിയിട്ട് അവർ ഇരുന്ന് തരുന്നില്ല എന്ന് കാണിക്കുന്നുണ്ട്. മേ ബി നിങ്ങളെ അവോയ്ഡ് ചെയ്യും, അല്ലെങ്കിൽ കോൾ വിളിച്ചാൽ കിട്ടില്ല. ദിസ് ഈസ് ജസ്റ്റ് എ എക്സാമ്പിൾ കേട്ടോ. അത് എന്താ പറയുക, പൂർണ്ണമായിട്ടും പറയുന്നതല്ല. ആക്ച്വലി പറയുകയാണെങ്കിൽ അവർക്ക് എന്ത് വേണം എന്നുള്ളത് മാത്രമേ അവർ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ തരുന്നുള്ളൂ. നിങ്ങൾക്ക് വേണ്ടതല്ല ആക്ച്വലി അവർ തരുന്നത്. ഓക്കെ, സോ റൈറ്റ് നൗ ഇമോഷൻസിനെ ആ ഒരു പേഴ്സൺ ലെറ്റ് ഗോ ചെയ്തിട്ട് വിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് കാണിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ മെമ്മറീസൊക്കെ വരുന്നത് ആ ഒരു പേഴ്സൺ മനഃപൂർവ്വം തന്നെ ലെറ്റ് ഗോ ചെയ്തിട്ട് വിടുകയാണ്. അതുമാത്രമല്ല എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ് വളരെയധികം അവർക്ക് കാണിക്കുന്നുണ്ട്. സോ ദാറ്റ്സ് വൈ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആക്ഷൻ എടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. സോ അങ്ങനെയുള്ളൊരു എനർജിയിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് ആക്ച്വലി ഡിവൈൻ. ഞാനത് ഓൾറെഡി പറഞ്ഞല്ലോ, ഇതൊരു ഡിവൈൻ പ്ലാൻഡ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ്. ഈ ഒരു നമ്മളെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ അതെല്ലാം ഡിവൈൻ പ്ലാൻ ആണ്. ആരൊക്കെ കണ്ടുമുട്ടുന്നു, ആരുമായിട്ടൊക്കെ കർമ്മങ്ങളുണ്ട് എന്നുള്ളതെല്ലാം ഒരു ഡിവൈൻ പ്ലാൻ ആണ്. ഓക്കെ, സോ ആ ഒരു ഡിവൈൻ പ്ലാനിലൂടെയാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്നത്. സോ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ റിലീസ്ഡ് ആയിട്ടുള്ളൊരു എനർജിയിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഡിവൈൻ അവിടെ പ്രോപ്പറായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ട്. ആക്ച്വലി ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ട് തരുന്നത് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞ് അവിടെ സമാധാനപ്പെട്ടിരിക്കാനോ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞ് സമാധാനപ്പെട്ടിരിക്കാനോ ആയിരിക്കില്ല. ഓരോ റിലേഷൻഷിപ്പിനും അതിൻ്റേതായിട്ടുള്ളൊരു പർപ്പസും കർമ്മവും ഉണ്ട്. നമ്മൾ ഈ ലൈഫിൽ കാണുന്ന ഓരോ വ്യക്തിയുമായിട്ടും നമ്മൾക്ക് കർമ്മങ്ങളുണ്ട്. സോ അതൊരു പ്രോപ്പർ വേയിലേക്ക് കൂടി അല്ല പോകുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ബ്ലോക്കേജസ് വരുത്തും ഡിവൈൻ. സോ അതിൻ്റെ നേർവഴിയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഡിവൈൻ്റെ ഇതെന്നാണ് എനിക്ക് ഇൻഡ്യൂഷൻ കിട്ടുന്നത്. സോ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ കറക്റ്റായിട്ടുള്ള വേയിൽ കൂടി ആയിരുന്നില്ല പോയിക്കൊണ്ടിരുന്നത്. ഡിവൈൻ ഒരു പ്ലാൻ ഉണ്ട്, ആ വഴിയിലൂടെയല്ല നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത് എന്നാണ് ഇവിടെ നിന്ന് കാണിക്കുന്നത് ആക്ച്വലി. ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ എനർജി കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം ഇതിൽ. ഓക്കെ, ഫോർഗീവ്നെസ്, അപ്പോളജി, അവർക്ക് ഒരുപാട് എന്താ പറയുക, ആക്ച്വലി ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ അവർക്ക് ഒരുപാട് ഗിൽറ്റി ഫീലിങ്സ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ബട്ട് അവർക്ക് എന്താ പറയുക, ഒരു ആക്ഷൻ എടുക്കാനായിട്ട് പറ്റാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. ഒരുപാട് കാർമിക് ആയിട്ടുള്ളൊരു ടോക്സിക് എനർജി നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ റൈറ്റ് നൗ കാണുന്നുണ്ട്. ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾ ഇതിലൂടെ, ഭയങ്കരമായിട്ടുള്ള മെൻ്റൽ പ്രഷർ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് വന്നതിന് ശേഷം അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ആൻഡ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സം കൈൻഡ് ഓഫ് പ്രൊട്ടക്ഷൻ ആണ് നിങ്ങൾക്ക് ആക്ച്വലി തന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ ഒരു പ്രൊട്ടക്ഷൻ ഇല്ല. നിങ്ങൾക്ക് എന്താ പറയുക, വല്ലാത്തൊരു പേടി കാണിക്കുന്നുണ്ട്. ആൻഡ് ഒരുപാട് പേരുടെ റിലേഷൻഷിപ്പിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് വളരെയധികം വന്ന് നിൽക്കുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഫീലിങ്സ്, ആ ഒരു ഫീലിങ്സ് ശരിക്കും
ഇവരുടെ ഫീലിങ്സ് ജെനുവിൻ ആണോ, സിൻസിയർ ആണോ, നിങ്ങളോട് സിൻസിയർ ആയിട്ടായിരുന്നോ നിന്നത്, ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളെ മനസ്സിൽ ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻസുമായിട്ട് ഒരുപാട് ഡിവൈനോട് നിങ്ങൾ ഒരുപാട് ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് വന്നു, അവരെന്നോട് സിൻസിയർ ആയിരുന്നോ, ഞാൻ ചതിക്കപ്പെടുകയായിരുന്നോ? സോ ഇതിനൊക്കെയുള്ളൊരു മറുപടികളൊക്കെ ആയിട്ടായിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് ഓരോ ടാരറ്റ് റീഡിങ്ങും വന്നെത്തുന്നുണ്ടായിരിക്കാം. ഓക്കെ, എന്നാലും ഓൾമോസ്റ്റ് എല്ലാ എനർജിയും നിങ്ങൾക്ക് മാച്ചിങ് ആവുന്നതും ആയിരിക്കില്ല. ചിലപ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും പേഴ്സണലായിട്ട് റീഡിങ് എടുത്തു വരുമ്പോൾ. ഓക്കെ, 2 ഒരുപാട് പേർക്ക് യിങ് യാങ് എനർജി കാണിക്കുന്നുണ്ട്. ഇതിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് സ്വയമായിട്ട് ഇൻറ്റ്യൂട്ടീവ് ആണെന്ന് കാണിക്കുന്നുണ്ട്, ക്രിയേറ്റീവ് ആണെന്ന് കാണിക്കുന്നുണ്ട്, നല്ല കഴിവുകളൊക്കെ ഉള്ള ഒരു പേഴ്സൺസായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും മ്യൂസിക്കലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ നല്ല കഴിവുകളുള്ള ചിത്രം വരെയോ എന്തെങ്കിലും അങ്ങനെ മ്യൂസിക് റിലേറ്റഡ് ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ആൻഡ് സോൾ ടൈസ്, ഓക്കെ, റീയൂണിയൻ ഉണ്ടാകും. ഓക്കെ, നിങ്ങൾ തമ്മിൽ റീയൂണിയൻ ഉണ്ടാകുന്നതായിരിക്കും. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ടാണ്, ഫേറ്റഡ് പാർട്ട്ണർഷിപ്പാണ്, പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള ഒരു റിട്ടേൺ ആണ് ഇത് ഏറെക്കുറെ പേർക്കും വന്നിട്ടുള്ളത്. ഇവിടെ റീയൂണിയൻ ഉണ്ട്, പക്ഷെ ആ റീയൂണിയൻ എന്താ പറയുക, നിങ്ങൾ വിചാരിക്കുന്ന അത്ര ഈസി ആയിരിക്കില്ല അത് നിങ്ങൾക്ക് ഇനി കിട്ടണമെങ്കിൽ എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ളൊരു റീയൂണിയൻ. നിങ്ങൾക്കിടയിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്രേക്കപ്പും റീയൂണിയനും ഉണ്ടായിട്ടുണ്ടായിരിക്കും മുൻപും. അതേ അവസ്ഥയിൽ കൂടെ തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ്. എന്നാലും ഇപ്പോഴും നിങ്ങളുടെ സോള് അവിടെ എന്താ പറയുക, കണക്ഷൻ ഉണ്ട് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇപ്പോൾ ഇതിൽ നമുക്ക് ആക്ച്വലി പറയുവാണെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ട്. നമ്മൾ റീഡിങ് എടുക്കുമ്പോൾ ടോപ്പിക്ക് ഞാൻ പറയുന്നതായിരിക്കില്ല എനർജി കിട്ടുമ്പോൾ ഏറെക്കുറെ വരുന്നതും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് കാണുന്ന കാര്യങ്ങൾ ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു എന്ന് മാത്രം. സോ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളിപ്പോഴും ഉണ്ട്, പക്ഷേ എന്താ പറയുക, അവർ ഇപ്പോൾ ഒരു ആക്ഷൻ, ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കുന്നില്ല, ആക്ഷൻ എടുക്കാൻ കഴിയാത്ത ഒരു സിറ്റുവേഷനിലും കൂടി ആണ്. ഇനി അവർ ആക്ഷൻ എടുക്കണമെങ്കിൽ അവിടെ ഡിവൈൻ വിചാരിക്കണം. സോ ഡിവൈൻ വിചാരിക്കണമെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ബ്ലോക്കേജസ് വന്നിട്ടുള്ളതെന്ന് നിങ്ങൾ അറിയണം. ഓക്കെ, സോ ഓരോരുത്തർക്കും ഓരോരോ കർമ്മമായിരിക്കും. ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ, പാസ്റ്റ് ലൈഫ് റിട്ടേൺസ് കാണിക്കുന്നുണ്ട്. സോ എന്താ പറയുക, കർമ്മ ബേസ്ഡ് ആയിരിക്കും നിങ്ങൾക്ക് ഏറെക്കുറെ. നമ്മളെ ലൈഫിൽ എന്ത് നടക്കുകയാണെങ്കിലും അത് നമ്മളുടെ പോയ ലൈഫിൻ്റേതായിട്ടുള്ള കർമ്മയ്ക്കനുസരിച്ചിട്ടാണ് വരുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് റീഡിങ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ആർക്കെങ്കിലും പേഴ്സണലായിട്ട് നിങ്ങൾക്ക് റീഡിങ് എടുക്കണം എന്നുണ്ടെങ്കിൽ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതിൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ, സോ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.